കോഴിക്കോട് മലാപ്പറമ്പ് പച്ചാക്കിലിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മണ്ണിട്ട് നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞു. പ്രദേശത്ത് നിക്ഷേപിച്ച മണ്ണ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നീക്കുന്നു. ദേശീയപാത അധികൃതർ പണിയുടെ മറവിൽ മണ്ണിട്ട് നികത്താൻ കൂട്ടുനിൽക്കുന്നുവെന്ന് നാട്ടുകാർ. വിവരങ്ങളുമായി ദൃശ്യ പുതിയടത്ത് ചേരുന്നുണ്ട്. ദൃശ്യ, എന്താണ് സംഭവം? എന്തൊക്കെയാണ് നാട്ടുകാരുടെ ആരോപണങ്ങൾ? അക്ഷയ, ഈ പ്രദേശത്ത് നമ്മൾ ഇപ്പോൾ വിഷ്വലിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ പ്രദേശത്ത് ഈ നമ്മുടെ ചുറ്റും നിൽക്കുന്നത് വയൽപ്രദേശമാണ്, തണ്ണീർത്തടമാണ്. ഈ പ്രദേശത്താണ് ഈ ദേശീയപാതയിൽ മണ്ണിടുന്നതിന്റെ മറവിൽ ഇത്രത്തോളം മണ്ണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. നാട്ടുകാർ വലിയ പരാതിയാണ് പറയുന്നത്. കാരണം ദേശീയപാതയുടെ പണിയുടെ മറവിൽ ഈ പണി ഏറ്റെടുത്തിട്ടുള്ള കരാർ കമ്പനിയായ KMC-കാർ തന്നെയാണ് ഈ ഭൂ ഉടമകളുമായി ചേർന്ന് ഇവിടെ ഈ പ്രദേശത്ത് മണ്ണിട്ട് നികത്താൻ, അത്രത്തോളം വലിയ രീതിയിൽ തന്നെ മണ്ണിട്ട് നികത്താൻ ശ്രമിക്കുന്നത്. ഇതൊരു പ്രദേശത്തെ തന്നെ കുടിവെള്ള സംഭരണിയെ തന്നെ ബാധിക്കുന്ന കനോലി കനാൽ അടക്കമുള്ള അതിൽ നിന്നടക്കമുള്ള വെള്ളം ഒഴുകിയെത്തുന്ന ഒരു പ്രദേശത്തെ തന്നെ ജലസ്രോതസ്സാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ മണ്ണിട്ട് നികത്തിയത്. ഇന്ന് ഉച്ചയോടെ തന്നെ ഈ ഭൂരിഭാഗവും മണ്ണിട്ട് നികത്തിയിരുന്നു. പിന്നീട് നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് ഇവർ ഈ ലോറി കൊണ്ടുവന്ന് ഈ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റുന്നത്. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഈ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റുമെന്നാണ് അധികൃതർ പറഞ്ഞത്. ഇതിനു മുൻപും ഇങ്ങനെ നാല് വർഷം മുമ്പ് ഇതുപോലെ ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് തന്നെ ഇതുപോലെ മണ്ണിടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വലിയ രീതിയിൽ മണ്ണിട്ട് നികത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് നാട്ടുകാർ ഇടപെട്ട് KMC കമ്പനിയുടെ 3 വാഹനങ്ങൾ കളക്ടർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പ്രദേശത്ത് ഇതുപോലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോഴും കാണാം അന്നിട്ട മണ്ണിന്റെ അവശിഷ്ടങ്ങൾ. കുറേയേറെ മണ്ണെടുത്ത് നീക്കം ചെയ്തതാണ്. പിന്നെ ഇവിടെ ഈ രീതിയിൽ മണ്ണിടരുന്നുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും ഇതുപോലെ മണ്ണിട്ട് നികത്താനുള്ള ശ്രമം ഇപ്പോൾ KMC കമ്പനിയുടെ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതുപോലെ ചെറിയ കൂനകളായിട്ട് മണ്ണുകൾ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ സ്റ്റോർ ചെയ്യാണ്, ഇത് ഇവിടുന്ന് എടുത്തു മാറ്റുന്നതിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 ദിവസമായിട്ട് ഇത് പൂർണ്ണമായി ഈ തണ്ണീർത്തടത്ത് നികത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് പോലും അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ ഏകദേശം എത്രത്തോളം മണ്ണ് ഇവിടെ ഇപ്പൊ നിക്ഷേപിച്ചിട്ടുണ്ടാവും? 1000 ലോഡിനടുത്ത് മണ്ണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് എടുത്തു മാറ്റണം എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഇന്ന് തഹസിൽദാരും പോലീസും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഇവർ എടുത്തു മാറ്റുന്നത്. ഇവര് റോഡിന്റെ സൈഡിലേക്ക് മാറ്റാനായിരുന്നു പറഞ്ഞിരുന്നത്. ആ വണ്ടി ആദ്യം തടഞ്ഞ ഞാനായിരുന്നു. എന്റെ നേർക്കാണ് ആ വണ്ടി എടുത്തിട്ട് കൊല്ലാനുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് ഇവിടെ ജനങ്ങളെല്ലാം ഒത്തുകൂടി ാണ് പോലീസും ഇവരെല്ലാം വന്നതിന് ശേഷമാണ് ഇവിടെ മണ്ണ് എടുക്കാനുള്ളൊരു ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥലം എന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റിന്റെ രൂപത്തിൽ ഇവർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ വയൽ മുഴുവനും ഇങ്ങനെ ട്രസ്റ്റ്, മലബാർ ട്രസ്റ്റ് അങ്ങനെയുള്ള ട്രസ്റ്റുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. ഇവർക്ക് മറ്റ് ഹബ്ബ് വരുന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇവർക്ക് ഈ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. ശരി, കോഴിക്കോട് മലാപ്പറമ്പ് പച്ചാക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മണ്ണിട്ട് നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. പ്രദേശത്ത് നിക്ഷേപിച്ച മണ്ണ് നാട്ടുകാരുടെ പ്രദേശത്തെ തുടർന്ന് നീക്കുന്നുണ്ട്. ദേശീയപാത അധികൃതർ പണിയുടെ മറവിലാണ് ഇത്തരത്തിലൊരു മണ്ണിട്ട് നികത്താൻ കൂട്ടുനിന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ദൃശ്യ പുതിയടത്താണ്.